എങ്കിൽ അവർക്കെതിരെ കേസെടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഗുണ്ടാക്രമല്ലേ? DYFI അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നടന്നത് ഗുണ്ടാക്രമമാണെന്ന കോൺഗ്രസ് വാദം അവർ അംഗീകരിക്കണം. അവർക്കെതിരെ കേസെടുക്കട്ടെ, അവരെ അറസ്റ്റ് ചെയ്യട്ടെ. പോലീസ് കൈയും കിട്ടിയാൽ നോക്കിയെന്നവിടെ ഇതെന്തു ആവന്ന, എന്ത് തോന്നിവസാവന്ന? ഞങ്ങൾ പറഞ്ഞല്ലോ, UDF-ഉം RMPയും ഒരുമിച്ച് പ്രതിരോധം ഒരുക്കും. ഇന്ന് ഞങ്ങൾ എല്ലാ നേതാക്കളുമായി സംസാരിച്ചു. മുസ്ലിം ലീഗ് നേതാവുകളൊക്കെ പത്രങ്ങൾ കാണാൻ വരുന്നുണ്ട്. UDF-ൻ്റെയാണ് പ്രതിരോധം. നാളെ ഈ സമരാഭാസത്തിനെതിരെയുള്ള, ഈ ഗുണ്ടായുസത്തിനെതിരെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിഷേധമാണ് നാളെ UDF പ്രഖ്യാപിച്ച എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധ പ്രകടനം. പോലീസ് ഇതേ നയം തുടർന്നാൽ അടുത്ത പ്രതിഷേധം പോലീസ് നേരെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു ജനകീയ വിഷയത്തിനാണ് എന്നെ ചെറുത് കണ്ടത്. അത് കലക്ടർ ചേംബറിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിന് ഷോ വർക്കാണെങ്കിൽ ഈ സർക്കാരിൻ്റെ കീഴിലെ കലക്ടർ അളവിൽ നടപടിക്കട്ടെ. ഒരു ജനപ്രതിനിധിക്ക് ജനകീയ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതുപോലും ഷോ വർക്കാണെന്ന് പറയുന്ന DYFIയോട് പ്രതികരിക്കാൻ എനിക്ക് നാണക്കേടുണ്ട്. കാരണം അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നില്ല. ഇറ്റ് വാസ് എ ഡിസ്കഷൻ. ഞാൻ പങ്കെടുത്തിരുന്നു. കാരണം എൻ്റെ നാടാണത്. ഞങ്ങൾ നിരന്തരമായി അവിടുത്തെ ആ നാട്ടുകാരെന്ന നിലക്ക് നിരന്തരമായി MP-യോട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തിരുന്നു. അന്ന് ഒരു ചർച്ചയാണ്, ഒഫീഷ്യൽ മീറ്റിംഗ് അല്ല. ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാനതിന് മുമ്പും പങ്കെടുത്തിട്ടുണ്ട്. കളക്ടറടുത്ത് പോയിട്ടുണ്ട്, NH ഉദ്യോഗസ്ഥത്ത് പോയിട്ടുണ്ട്. അന്ന് MP-യോടൊപ്പം പോയി മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്താ അവസ്ഥ? നിങ്ങൾ അന്വേഷിക്കുക, എന്താ അവസ്ഥ ഉള്ളത്? ഒരു ചെറുവിരൽ അനക്കിയോ? ഈ സമൂഹത്തിൽ മതവിദ്വേഷം വളർത്തുന്ന വർഗീയ ലഹള നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആ മൂന്നാംകിട പ്രയോഗം നടത്തിയ ആളുകൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയോ പോലീസ്? എന്തെങ്കിലും ഉണ്ടായോ? കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും കേസെടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. അതൊന്നും കാലം മറക്കില്ല. കാരണം ഓരോ ഘട്ടത്തിലൊക്കെ പുറത്തു വരും. അതേ അന്ന് കാഫിർ പ്രയോഗം നടത്തിയ അതേ മനോഭാവമാണ് വടകരയിലെയും കോഴിക്കോട്ടെ CPM-ന് ഇപ്പോഴും ഉള്ളത്. അത് രണ്ട് കാര്യങ്ങൾ, രണ്ട് ഘടനയല്ലേ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല, കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കി. അതിലപ്പുറത്ത് കോൺഗ്രസ് പരിപാടി പങ്കെടുപ്പിക്കുന്നില്ല. അങ്ങനെ ഏത് പാർട്ടി എടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇത്തരമൊരു നടപടി? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോപണ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത തീരുമാനം പോലെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പ് ഏത് പാർട്ടി എടുത്തിട്ടുണ്ട്? ഏത് നേതാവിനെതിരെ?